നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന T20 വേൾഡ് കപ്പിലെ മത്സരം ഇന്നലെ നമ്മൾ വളരെ ആസ്വദിച്ച് കണ്ടു. ഇതിനെ റിവൽറി എന്നൊന്നും ഇനി വിളിക്കരുത്. ഇപ്പം T20 വേൾഡ് കപ്പ് തന്നെ 8 തവണ നമ്മൾ അവരെ തോൽപ്പിച്ചു. ഒരു കളി മാത്രമാണ് അവർക്ക് നമ്മളെ തോൽപ്പിക്കാൻ പറ്റിയത്. മൊത്തത്തിൽ ഇപ്പോൾ ഏകദിന വേൾഡ് കപ്പും കൂടി എടുത്താൽ 16-1 ആയിട്ടുണ്ട്. ഇതിനൊക്കെ ആരെയാണ് ഈ റിവൽറി എന്നൊക്കെ പറയുന്നത്? നമ്മൾ പോകുന്നു, അടിക്കുന്നു, തിരിച്ചു പോരുന്നു, വീണ്ടും പോകുന്നു, വീണ്ടും അടിക്കുന്നു, തിരിച്ചു പോരുന്നു. ഇത് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നുള്ളൂ. ഏതായാലും ഈ കളിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, കളി കണ്ട എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം, ഇന്ത്യ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇഷാൻ കിഷൻ മാത്രമാണ് എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ചെയ്തത്. പാകിസ്ഥാനോ? പാകിസ്ഥാൻ ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ വലിയ രൂപത്തിലുള്ള സമ്മർദ്ദം, അതുപോലെ ഒരു നെർവി മൈൻഡിൽ ഇന്ത്യക്കെതിരെ കളിക്കുക. നെർവസ്നെസ് അവരെ വല്ലാതെ പിടികൂടുന്നുണ്ട് എല്ലാ കളികളിലും ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ. അതുകൊണ്ടാണ് ചീട്ട് കൊട്ടാരം പോലെ അവരുടെ ബാറ്റിംഗ് തകർന്നടിയുന്നതും എല്ലാ കണ്ടീഷനുകളും അവർക്ക് അനുകൂലമായിട്ടും അത് ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത രൂപത്തിൽ അവരുടെ ബൗളർമാർ പന്തെറിയുന്നതും. ഹർഷ ഭോഗൽ ഇന്നലെ കളി കഴിഞ്ഞ പാടെ ഒരു ട്വീറ്റ് ഇട്ടിരുന്നു. അതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞത്, ഐ ഹാവ് സെഡ് ഇറ്റ് ബിഫോർ ബട്ട് ഇറ്റ് ഈസ് വർത്ത് റിപ്പീറ്റിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞാണ്, പക്ഷേ ഇപ്പോൾ വീണ്ടും അത് ആവർത്തിക്കുന്നതിൽ കാര്യമുണ്ട് എന്ന് തോന്നുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേഷൻ അവരുടെ താരങ്ങളുടെ മേൽ വലിയ രൂപത്തിലുള്ള പ്രഷർ കയറ്റി വെച്ചിട്ടുണ്ട്. യു കുഡ് സീ ദാറ്റ് ഇൻ ഹൗ ടെൻറ്റേറ്റീവ് ദേ വെയർ എന്ന് ഹർഷ ഭോഗലെ പറയുന്നു. അതിൽ കാര്യമുണ്ട് എന്ന് തോന്നുന്നു. അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ താരങ്ങളുടെ മേൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും. പിന്നെ നമ്മുടെ കുട്ടികൾ നല്ല ആത്മവിശ്വാസത്തിലായിരുന്നു. പോകാം, തോൽപ്പിക്കാം, എന്തു വന്നാലും നേരിടാം എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ ടീമുള്ളത്. നായകൻ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതും. ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. എല്ലാം കൊണ്ടും പാകിസ്ഥാൻ അനുകൂലമായൊരു സാഹചര്യമായിരുന്നു. ആ സാഹചര്യം മുതലെടുക്കാൻ പോലും അവർക്ക് പറ്റിയിട്ടില്ല. അതായത് അവരുടെ എല്ലാ കളികളും കൊളംബോയിൽ തന്നെ, ട്രാവൽ ചെയ്യേണ്ടതില്ല. ഇന്ത്യ അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത് പോയി അവിടെ പോയി കളിക്കണം. പിന്നെ അത് അവർക്കൊരു അഡ്വാൻറ്റേജാണ് ശരിക്കും. പിന്നെ ടോസ് അവർക്ക് കിട്ടി. നമ്മുടെ സൂര്യ ഞങ്ങൾക്ക് കിട്ടിയാലും ആദ്യം ബാറ്റ് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും ടോസ് കിട്ടി. വളരെ ടാക്കി ആയൊരു പിച്ചിൽ 4 സ്പിന്നർമാരെ വെച്ച് ഇറങ്ങി. പിന്നെ അവരുടെ 2 ഓൾറൗണ്ടർമാരും പന്തെറിഞ്ഞ് 6 സ്പിന്നർമാരെ ഉപയോഗപ്പെടുത്തി. എന്നിട്ട് ആ പിച്ച് വേണ്ടത്ര ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? അപ്പോൾ അവിടെയും അവർ പരാജയപ്പെട്ടു. മറുപടി ബാറ്റിങ്ങിൽ നല്ല രൂപത്തിൽ തുടങ്ങി വല്ല വിധേനയും മുന്നോട്ട് പോകേണ്ടതിന് പകരം അനാവശ്യമായി വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞ് അവർ സ്വയം കുഴി കുഴിച്ചു. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ കുട്ടികൾ കൃത്യമായി അതിന് ബേസിക്കലി സ്റ്റിക്ക് ചെയ്തുകൊണ്ട് സൂപ്പർബായിട്ട് കളിച്ചു പോയി. അവർ അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദങ്ങളും മറ്റുമൊക്കെ തലയിലെടുത്ത് വെച്ച് സ്വയം തകർന്ന് തരിപ്പണമായി. ഇതാണ് സംഭവിച്ചത്. വിശദമായിട്ടുള്ള റിവ്യൂയിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങൾ കഴിഞ്ഞാലും നമ്മൾ വിശദമായിട്ട് റിവ്യൂ പറയാറുണ്ട്. നമ്മുടെ മാത്രം അഭിപ്രായങ്ങളല്ല, പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെയും ക്രിക്കറ്റ് നിരീക്ഷകരുടെയും ഒക്കെ വിശകലനങ്ങളും മറ്റുമൊക്കെ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്തിട്ടാണ് ഈ റിവ്യൂ പറയുന്നത്. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് 7 വിക്കറ്റിന് 175 റൺസ് അടിക്കുമ്പോൾ അതിൻ്റെ കാരണക്കാരൻ ഇഷാൻ കിഷൻ തന്നെയാണ്. 40 പന്തുകളിൽ നിന്ന് 10 ഫോറും 3 സിക്സും അടക്കമാണ് അദ്ദേഹം 77 അടിച്ചത്. സൂര്യകുമാർ യാദവ് 32 റൺസ് അടിച്ചിരുന്നു. സെയിം അയ്യൂബ് 25 റൺസിന് 3 വിക്കറ്റ് നന്നായിട്ട് പന്തെറിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ ആവട്ടെ 114 ഓൾ ഔട്ടായി. ഇന്ത്യ 61 റൺസിൻ്റെ ഗംഭീര വിജയം. പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് നിരയിൽ എന്തെങ്കിലും ഒരു സാധ്യത അവർക്കുണ്ട് എന്ന് തോന്നിച്ചത് ഉസ്മാൻ ഖാൻ ബാറ്റ് ചെയ്യുമ്പോഴാണ്. അദ്ദേഹം 44 റൺസ് അടിച്ചു. ഇന്ത്യക്ക് വേണ്ടി ഹാർദിക്ക് 16 റൺസ് 2 വിക്കറ്റ് എടുത്തു. ഇപ്പോൾ ബൂംറ 17 റൺസ് 2 വിക്കറ്റ് എടുത്തു. വരുൺ 17 റൺസ് 2 വിക്കറ്റ് എടുത്തു. അക്സർ 29 റൺസ് 2 വിക്കറ്റ് എടുത്തു. നമ്മൾ 61 റൺസിന് വിജയിച്ചു. ഇനി പാകിസ്ഥാൻ്റെ കോച്ച് കളിക്ക് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇഷാൻ കിഷനാണ് കളി ഞങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയത്. മറ്റാരും റണ്ണേ ബോളിനപ്പുറത്തേക്കൊന്നും സ്കോർ ചെയ്തിട്ടില്ല. ഇഷാൻ്റെ ഇന്നിങ്സാണ് ഈ കളിയിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതൊരർത്ഥത്തിൽ ശരിയുമാണ്. നോക്കുക, ഒരു സ്ലോ സ്പിൻ ഫ്രണ്ട്ലി പിച്ചിൽ സെൻസേഷണൽ ഇന്നിങ്സാണ് ഇഷാൻ കിഷൻ കളിച്ചത്. 40 പന്തിൽ നിന്ന് 77 റൺസ് അദ്ദേഹം അടിച്ചു കൂട്ടിയെടുത്ത് കളി തീരുമാനമായിരുന്നു. പ്രേമദാസ സ്റ്റേഡിയത്തിലെ ഈ പിച്ച് എന്ന് പറഞ്ഞാൽ വളരെ ടാക്കിയാണ്. അവിടെ പാകിസ്ഥാൻ സ്പിന്നേഴ്സ് 18 ഓവർ എറിഞ്ഞു.
6 സ്പിന്നർമാരെ വെച്ച് അവർ ഈ ഇന്നിങ്സിൽ പന്തെറിയുമ്പോൾ അത് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇഷാൻ കിഷൻ അവരുടെ എല്ലാ ബാരിയേഴ്സിനും മുകളിലൂടെ പറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പാകിസ്ഥാൻ്റെ മറുപടി ബാറ്റിങ്ങോ, ആദ്യത്തെ 2 ഓവർ തന്നെ അവരുടെ 3 വിക്കറ്റുകൾ വീട് കഴിഞ്ഞിരുന്നു. ഹാർദിക് പാണ്ഡ്യയും ജസ്പ്രീത് ബുംറയും അവരുടെ ആ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങളെ മുളയിലേ നുള്ളിക്കളഞ്ഞിരുന്നു. അപ്പോൾ ഇഷാൻ കിഷൻ്റെ ഇന്നിങ്സിൻ്റെ ഒരു ഇമ്പാക്റ്റ് അത് എപ്പോഴാണ് വരുന്നതെന്ന് കൂടെ നോക്കണം. സൽമാൻ അലി ആഘ അദ്ദേഹം ഓപ്പണിംഗ് ബോൾ എറിയുന്നു. അതാണ് കഴിഞ്ഞ കളിയിലൊക്കെ സെയിം അയ്യൂബൊക്കെ എറിഞ്ഞതിന് പകരം സൽമാൻ അലി ആഘ പന്തെറിയാൻ വരുന്നു. കൃത്യമായ പ്ലാനിലാണ് അവർ വന്നത്. അഭിഷേകിനെ ഡക്കാക്കി പറഞ്ഞു വിടുന്നു. പക്ഷേ ബാക്കിയുള്ള ഇന്ത്യൻ ഇന്നിങ്സ് മൊത്തം എടുക്കുക, നമുക്ക് ഇഷാൻ കിഷനെ മാറ്റിവെച്ചാൽ ബാക്കി ഇന്ത്യൻ ഇന്നിങ്സ് മൊത്തം എടുത്താൽ 80 പന്തുകളിൽ നിന്ന് 98 റൺസ് മാത്രമാണ് അടിച്ചത്. അപ്പോൾ ആ കണ്ടീഷൻ എന്തായിരുന്നു എന്നുള്ളത് കൂടുതൽ വ്യക്തമായിട്ട് നമുക്കതിൽ നിന്നും മനസ്സിലാകും. പാകിസ്ഥാൻ ഇന്നിങ്സിൻ്റെ കാര്യത്തിലും റണ്ണേ ബോൾ ഇന്നിങ്സുകൾ തന്നെയാണ് അധികവും കളിച്ചിട്ടുള്ളത്. 34 പന്തിൽ നിന്ന് 44 റൺസ് അടിച്ച ഉസ്മാൻ ഖാൻ മാത്രമാണ് അതിന് ഒരു വിപരീതമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. നോക്കുക, സൽമാൻ അലി ആഘ സർപ്രൈസിങ് ആയിട്ടാണ് ആദ്യ ഓവർ എറിയാൻ വേണ്ടി വരുന്നത്. നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഓസ്പിൻ ബൗളേഴ്സിനെ എറിയിക്കുക 2 ലെഫ്റ്റ് ഹാൻഡർമാർക്കെതിരെ. എന്താണ് അയാൾ ഉദ്ദേശിച്ചത് എന്നുള്ളത് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ സെയിം അയ്യൂബല്ല, സൽമാൻ അലി ആഘ വരുന്നു, അഭിഷേക് ശർമ്മയെ ഡക്കാക്കി മടക്കി വിടുന്നു. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അഭിഷേക് ഒരു അസുഖം ഒക്കെ കഴിഞ്ഞ് വരികയാണ്. അദ്ദേഹം 100% ഫിറ്റാണോ എന്നുള്ളത് വരും നാളുകളിൽ കണ്ടറിയണം. എന്നാലും അഭിഷേക് ഇപ്പോൾ ചില കളികളിൽ തുടർച്ചയായിട്ട് പരാജയപ്പെടുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരല്പം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ എബിലിറ്റി എന്താണെന്ന് അറിയാവുന്നവർക്കറിയാം അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യവുമില്ല. അദ്ദേഹം നമ്മുടെ ട്രംപ് കാർഡാണ്. ദെൻ ഇഷാൻ കിഷൻ നോക്കുക, അദ്ദേഹം കളി പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റി. ഈ പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ച് ഷെയ്ൻ അഫ്രീദിക്ക് റൈറ്റ് ഐഡിയ ഉണ്ടായിരുന്നു കൃത്യമായി ഇവിടെ പന്തിടണമെന്ന്. പക്ഷേ ഇഷാൻ കിഷൻ്റെ ഷോർട്ട് സ്റ്റാച്ചറും അതുപോലെ തന്നെ അതിവേഗത്തിൽ ക്വിക്ക് ഹാൻഡ്സ്, അതിവേഗത്തിൽ അദ്ദേഹത്തിന് അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതും ഒക്കെ ചേർന്നപ്പോൾ ആദ്യ ബോൾ തന്നെ എടുത്ത് സിക്സറിലേക്ക് അലക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നെ തലങ്ങും വിലങ്ങും അടിയായി, അതെല്ലാ അർത്ഥത്തിലും അടിയായി, ആരെറിഞ്ഞാലും അടിയായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഉസ്മാൻ താരിഖിനെ പാളിറിയിക്കാൻ വേണ്ടി കൊണ്ടുവരാത്തതെന്ന് പലപ്പോഴും തോന്നിപ്പോയി. അവരുടെ മെയിൻ ബൗളറായിട്ട് ഇങ്ങനെ വലിയ രൂപത്തിൽ പറഞ്ഞൊക്കെ കേൾക്കുന്നതാണല്ലോ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾ. പക്ഷേ അവരുടെ മെയിൻ ബൗളർ ശരിക്കും ഉസ്മാൻ താരിഖല്ല, അത് അബ്രാർ അഹമ്മദാണ്. അബ്രാർ അഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഓഫ് ബ്രേക്സും ക്യാരം ബോൾസും ഒക്കെ മിക്സ് ചെയ്ത് പന്തെറിയാൻ കെൽപ്പുള്ളയാൾ. അദ്ദേഹത്തെ നിലം തൊടിച്ചില്ല ഇഷാൻ കിഷൻ. അവിടെയാണ് പാകിസ്ഥാന് കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കൈവിട്ടു പോയിരുന്നത്. ആദ്യ ബോളിൽ തന്നെ സ്വീപ്പ് ചെയ്തുകൊണ്ട്, ഫസ്റ്റ് ബോൾ തന്നെ സ്വീപ്പ് ചെയ്തുകൊണ്ട് തുടങ്ങുന്നു, 6 അടിച്ചുകൊണ്ട് തുടങ്ങുന്നു ഇഷാൻ കിഷൻ. ദെൻ ഇഷാൻ കിഷൻ പവർ പ്ലേ കഴിയുമ്പോഴേക്കും ഇന്ത്യൻ ടീമിനെ 1 വിക്കറ്റിന് 52 എന്ന രൂപത്തിലേക്ക് എത്തിച്ചിരുന്നു. അതായത് ആദ്യം വിക്കറ്റ് പോയിടത്തു നിന്നാണ് ഈ ഒരു മാറ്റങ്ങളിലേക്ക് ടീം ഇന്ത്യ പോകുന്നത് എന്ന് നോക്കണം. ഇത്തരം പിച്ചുകളിൽ പവർ പ്ലേയിൽ ഇങ്ങനെ സ്കോർ ചെയ്യുക എന്നുള്ളത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഫീൽഡ് സ്പ്രെഡ് ചെയ്തിട്ടും അദ്ദേഹം ഒരു മാറ്റവും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ളിടത്താണ് ഇന്ത്യൻ ടീമിന് ഇഷാൻ കിഷൻ ഉണ്ടാക്കി തന്ന ആ ഒരു തുടക്കത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാവുന്നത്. നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ താരങ്ങളെ പിടിക്കാം എന്നതിനെക്കുറിച്ച് പാകിസ്ഥാന് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇഷാൻ കിഷനെതിരെ എന്ത് ചെയ്യുന്നുള്ളതിന് അവർക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം 2 മിസ്റ്ററി സ്പിന്നേഴ്സ്, അവർക്ക് ലെഫ്റ്റ് ഹാൻഡേഴ്സിൽ നിന്ന് എവേ ആയിട്ട് ബോൾ തിരിക്കാൻ പറ്റുന്ന 2 മിസ്റ്ററി സ്പിന്നേഴ്സ്, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും പാകിസ്ഥാൻ ഷദബ് ഖാൻ എന്ന ലെഗ് സ്പിന്നറിലേക്കാണ് പോയത് ആ ഘട്ടത്തിൽ. അതൊരു മണ്ടത്തരമായിരുന്നു, അതിന് പണിയും കിട്ടി. 17 റൺസാണ് ആ ഓവറിൽ അടിച്ചത്. പക്ഷേ പിന്നീട് സെയിം അയ്യൂബ് ഇഷാൻ കിഷനെ മടക്കി വിടുമ്പോഴേക്കും സ്കോറ് നല്ല രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. 8.4 ഓവറുകളിൽ 88 എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 77 റൺസും അടിച്ചിരുന്നത് ഇഷാൻ കിഷനാണ് എന്ന കാര്യം കൂടി ഓർക്കണം. അപ്പോൾ ഇഷാൻ കിഷൻ തുടക്കത്തിൽ കളി നമുക്ക് പൂർണ്ണമായിട്ടും അനുകൂലമാക്കി തന്നു. അതിനുശേഷം നടന്ന പിന്നീടുള്ള ഇന്ത്യയുടെ ബാറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ ആ കണ്ടീഷനോട് നീതി പുലർത്തുന്ന തരത്തിലായിരുന്നു. കാരണം
അവിടെ ബാറ്റ് ചെയ്ത് പോവുക എന്നുള്ള അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ കാര്യം വളരെ വ്യക്തമായിരുന്നു. ഇഷാൻ കിഷൻ ചെയ്തത് എത്രത്തോളം സംതിങ് സ്പെഷ്യലാണ് എന്നുള്ളത് തെളിഞ്ഞ് വരികയായിരുന്നു. 33 പന്തിൽ നിന്ന് 38 റൺസാണ് തിലകും സൂര്യകുമാർ യാദവും കൂടി ആഡ് ചെയ്യുന്നത്. അതിൽ താരിഖിനെതിരെയുള്ള ഫസ്റ്റ് ബോൾ 4 ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും അവരടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലേക്ക് മാറുമ്പോഴേക്കും സെയ്ം അയ്യൂബ് കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് തെളിയിക്കുകയായിരുന്നു. തിലക് ഓൺ ദി സീപ്പിൽ പോകുന്നു. ദെൻ ഹാർദിക് ആണെങ്കിൽ ഗോൾഡൻ ഡെക്കായിട്ട് പോകുന്നു. ശിവൻ ദ്യൂബെ നിയർലി ബൗൾഡ് ആകാൻ സാധ്യതയുണ്ടായിരുന്നു ഒരു ഹാട്രിക് ബോളിൽ. അപ്പം കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് വിളിച്ചോതുകയായിരുന്നു ആ ഒരു ഓവർ. അപ്പം സെയ്ം അയ്യൂബിന് കിട്ടുന്ന എമൗണ്ട് ഓഫ് ടേണൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ സ്റ്റിൽ ഫേവറിറ്റ്സ് ആണ്. രണ്ടാമത്തെ ഇന്നിങ്സിൽ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ പറ്റും എന്നുള്ളത് അപ്പോഴേ ഉറപ്പുണ്ടായിരുന്നു. ദെൻ പിന്നെ 18ാമത്തെ ഓവറിലും 20ാമത്തെ ഓവറിലും അബ്രാറും അതുപോലെ അഫ്രീദിയും കൂടി വന്നിടത്താണ് ഇന്ത്യ ഫൈനൽ കിക്ക് കൊടുക്കുന്നത്. ദ്യൂബയും റിങ്കു സിംഗും ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തി. ഒരാൾ 17 പന്തിൽ നിന്ന് 27, മറ്റാൾ 4 പന്തിൽ നിന്ന് 11 റൺസ് അടിച്ചു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അഫ്രീദി, അബ്രാർ, ഷദബ് ഈ 3 പേരും കൂടി എറിഞ്ഞ 6 ഓവറിൽ നിന്ന് 86 റൺസാണ് പിറന്നത്. യെസ്, ആ പിച്ചിൻ്റെ സ്വഭാവം വെച്ച് വളരെ പുവർ റിട്ടേൺ ആയിരുന്നു അത്. അവിടെയാണ് ഇന്ത്യ ഈ കളി പൂർണ്ണമായിട്ടും പിടിക്കുന്നത്. നോക്കുക, ഈ ഒരു പിച്ചിൽ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഒരു 20-30 റൺസ് അധികം അടിച്ചിട്ടുണ്ടായിരുന്നു പിച്ചിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ. അതുതന്നെയാണ് ഈ കളി നമ്മൾ പൂർണ്ണമായിട്ടും ആദ്യ ഇന്നിങ്സ് കഴിയുമ്പോഴേക്കും കയ്യിലാക്കിയിരുന്നു എന്ന തോന്നലുണ്ടാക്കാനുള്ളൊരു കാരണം. പാകിസ്ഥാന് തിരിച്ചടിക്കണമെങ്കിൽ നല്ല രൂപത്തിൽ അവർക്കൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് ലഭിക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. ഹാർദിക് പാണ്ഡ്യ, ഷൈബ്സാദ ഫർഹാനെ പുറത്താക്കുന്നു. ആ ഒരു വിക്കറ്റ് മെയ്ഡിൻ്റെ ആനുകൂല്യം അടുത്ത ഓവറിൽ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തി ജസ്പ്രീത് ബുംറയും. ബുംറ അപ്പുറത്ത് എറിഞ്ഞിട്ട് വിക്കറ്റുകൾ കൊയ്യാൻ തുടങ്ങിയതോടുകൂടി പാകിസ്ഥാൻ പൂർണ്ണമായിട്ടും വീണ് കഴിഞ്ഞിരുന്നു. അതായത് സെയ്ം അയ്യൂബ്, ആഘ ഒക്കെ പുറത്താകുന്നു. സെയ്ം അയ്യൂബ് ഒരു എഡ്ജ് പോയി 6റൊക്കെ അടിച്ചു. പക്ഷേ അടുത്ത ബോളിൽ ഒരു കിടിലൻ യോർക്കറിൽ അദ്ദേഹം LBWയിൽ കുരുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ തന്നെ ആകെയും പുറത്താക്കുന്നു. ബാബർ അസമിൻ്റെ കാര്യം അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അദ്ദേഹം അവിടെ നിന്ന് ടീമിൻ്റെ ഇന്നിങ്സ് റീബിൽഡ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആളായിരുന്നു. പക്ഷേ അക്സർ പട്ടേലിൻ്റെ ബോളിൽ ഒരു സ്ലോഗ് സ്വീപ്പിന് പോയി ബൗൾഡായിട്ട് പോകുമ്പോൾ അവരുടെ ഇന്നിങ്സ് 4.5 ഓവറുകളിൽ 34 റൺസിന് വിക്കറ്റുകൾ വീണു. 4 വിക്കറ്റ് വീഴുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. 34 റൺസ് 4 വിക്കറ്റ് എന്ന് പറയുമ്പോൾ പവർ പ്ലേ തന്നെ അങ്ങനെ വീണു പോയാൽ പിന്നെ ആ ടീം എവിടെ നിന്ന് രക്ഷപ്പെടാനാണ്? അവിടെ നിന്നാണ് പിന്നീട് ഉസ്മാൻ ഖാൻ്റെ ചില ശ്രമങ്ങളൊക്കെ നടന്നത്. അദ്ദേഹം മോശമല്ലാത്ത രൂപത്തിൽ ബാറ്റ് ചെയ്തു. പക്ഷേ അദ്ദേഹത്തെ പറഞ്ഞയച്ചിടത്ത് പാകിസ്ഥാൻ്റെ എല്ലാ പ്രതീക്ഷകളും അവസാനിക്കുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ കളി നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഇഷാൻ കിഷൻ്റെ സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് ആണ് നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. അല്ലാതെ നമ്മുടെ ടീം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അതായത് അപ്പാർട്ട് ഫ്രം ഇഷാൻ കിഷൻ നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. പാകിസ്ഥാൻ സ്വയം കുഴിച്ച കുഴിയിൽ വീഴുകയും ചെയ്തു. കൃത്യമായ അവസരങ്ങൾ അവർക്കുണ്ടായിട്ട്, അവർക്ക് പറ്റിയ കണ്ടീഷൻസ് ഉണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ അവരെ കൊണ്ട് കഴിയാതെ പോയിടത്താണ് ഈ വിജയം നമുക്ക് എളുപ്പമാകുന്നത്. അവർ ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ മുട്ടിടിക്കുന്ന ടീമാണ്, അതങ്ങ് സമ്മതിച്ചേക്കുക. മുട്ടിടിക്കുന്നു, അവർ നെർവസ് ആവുന്നു, അവരുടെ മികവ് കാണിക്കാൻ പറ്റുന്നു. ഇന്ത്യ എന്ന് കേട്ടാൽ തന്നെ അവർക്ക് പേടിപ്പനിയാണ് എന്ന് കൃത്യമായി തെളിയുന്ന സന്ദർഭങ്ങളാണ് ഈ കളികളിലൊക്കെ നമ്മൾ കാണുന്നത്. വളരെ പെട്ടെന്ന് സ്കോർ കാർഡ് കൂടി നോക്കി നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ഇന്ത്യക്ക് വേണ്ടി ഇഷാൻ കിഷനും അഭിഷേകും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് 1 റൺസിന് 1 വിക്കറ്റ് എന്ന രൂപത്തിൽ നമുക്ക് വിക്കറ്റ് നഷ്ടമാകുന്നു. അഭിഷേക് 4 പന്തുകളിൽ നിന്ന് ഡെക്കായിട്ട് പോകുന്നു. ഇഷാൻ കിഷൻ്റെ പൊളിച്ചെടുക്കൽ 40 പന്തുകളിൽ നിന്ന് 10 4 3 6 അടക്കം 77 റൺസ്. മറ്റെല്ലാവരും റണ്ണെടുക്കാൻ ബുദ്ധിമുട്ടിയിടത്താണ് ഇങ്ങനെ ഒരു സ്കോറിംഗ് വന്നത്. അതിനെക്കുറിച്ച് ഇഷാൻ കിഷൻ കളിക്ക് ശേഷം പറയുന്നുണ്ട്, ഒട്ടും എളുപ്പമായിരുന്നില്ല ബാറ്റ് ചെയ്യാൻ. ചില ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ സ്ട്രെങ്ത്തിനെ അങ്ങ് വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യണം, ബോൾ മാത്രം നോക്കുക, ഹിറ്റ് ചെയ്യുക. അതാണ് ഞാൻ ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ധൈര്യസമേതം കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ സന്നദ്ധത, അതാണ് ഇന്നലെ നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ മാറ്റിയത്. തിലക് 24 പന്തിൽ 25, സൂര്യ 29 പന്തിൽ 32. നിങ്ങൾക്ക് പിച്ചിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കുന്ന ഇതൊക്കെ മതി. ഹാർദിക് ഗോൾഡൻ ഡക്ക് ആവുന്നു. ദ്യൂബ 17 പന്തിൽ നിന്ന് 27, റിങ്കു 4 പന്തിൽ നിന്ന് 11. അങ്ങനെ 7 വിക്കറ്റിന് 175
ഷുവർലി ഇന്ത്യ 20-25 റൺസ് എഹെഡായിരുന്നു, എബവ് പാറായിരുന്നു. അപ്പോൾ അത് മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് മികച്ച രൂപത്തിലുള്ള ബാറ്റിംഗ് സ്റ്റാർട്ട് അവർക്ക് ലഭിക്കണമായിരുന്നു. അത് ലഭിക്കാതെ വന്നതോടുകൂടി ആദ്യത്തെ ഒരു 4-5 ഓവർ ആകുമ്പോഴേക്കും പാകിസ്ഥാൻ തോൽവി സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാന് വേണ്ടി സെയിം അയ്യൂബ് 4 ഓവർ 25 റൺസിന് 3 വിക്കറ്റ് വീഴ്ത്തി നന്നായിട്ട് ബൗൾ ചെയ്തു. ഉസ്മാൻ താരിഖും റണ്ണ് വിട്ടുകൊടുക്കാൻ പിശുക്ക് കാണിച്ചു. 4 ഓവറിൽ 24 റൺസിന് അദ്ദേഹം 1 വിക്കറ്റും വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നോക്കുക ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഷെയ്ബ്സാദ ഫർഹാൻ ഡക്കാണ്. ആദ്യ ഓവർ തന്നെ അത് ക്രിയേറ്റ് ചെയ്തെടുത്ത ഡെക്കാണ്. ഹാർദിക് പാണ്ഡ്യക്ക് കൈയടിക്കണം. ആ ഡെക്കിൽ നിന്ന് പിന്നീട് അവർ രക്ഷപ്പെട്ടതുമില്ല. അടുത്ത ഓവറിൽ പണി കൊടുത്തു. LBWയിൽ കുരുക്കുന്നു സൈബ് അയ്യൂബിനെ. ബൂമ്ര 6 റൺസുമായിട്ട് അയാൾ മടങ്ങുന്നു. സൽമാൻ അലി ആകെ ബൂമ്ര പാണ്ഡ്യയുടെ കൈകളിലെത്തുന്നു. 4 റൺസും എത്തിക്കുന്നു. അയാൾ 4 റൺസുമായിട്ട് പോകുന്നു. ബാബർ അസമിനെ ബൗൾഡാക്കുന്നു. അക്സർ പട്ടേൽ 5 റൺസുമായിട്ട് പോകുന്നു. ഉസ്മാൻ ഖാൻ മാത്രമാണ് ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിച്ചത്. അദ്ദേഹം 34 പന്തുകളിൽ നിന്ന് 6 4-ഉം 1 6-ഉം അടക്കം 44 റൺസ് അടിച്ചു. ഷദബ് ഖാൻ 14, മുഹമ്മദ് നവാസ് 4, ഫഹീം അഷ്റഫ് 10, ഷെയ്ൻഷാ അഫ്രീദിയുടെ അവസാനത്തെ കണ്ണും പൂട്ടിയുള്ള അടിയിൽ നിന്ന് 2 4-ഉം 1 6-ഉം അടക്കം 23 റൺസ് വന്നു എന്നത് ഒഴിച്ചാൽ പാകിസ്ഥാൻ 20 ഓവർ ബാറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല. 18 ഓവറിൽ അവർ ഓൾ ഔട്ടായി. 6.33 റൺ റേറ്റിലാണ് അവർ ബാറ്റ് ചെയ്ത് നോക്കണം. കാരണം റിക്വേർഡ് റേറ്റ് അതിനേക്കാൾ എത്രയോ ഉയരെയായിരുന്നു. ആ രൂപത്തിലേക്ക് റിക്വേർഡ് റേറ്റ് എത്തിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇഷാൻ കിഷൻ്റെ ഇന്നിങ്സാണ്. ഹാർദിക് പാണ്ഡ്യ 3 ഓവറിൽ 16 റൺസിന് 2 വിക്കറ്റ് എടുത്തപ്പോൾ ബൂമ്ര 2 ഓവറിൽ 17 റൺസിന് 2 വിക്കറ്റ് എടുത്തു. പട്ടേൽ 4 ഓവറിൽ 29 റൺസിന് 2 വിക്കറ്റ് എടുത്തു. വരുൺ ചക്രവർത്തി 3 ഓവറിൽ 17 റൺസിന് 2 വിക്കറ്റ് എടുത്തു. കുൽദീപിനും തിലകിനും ഓരോ വിക്കറ്റുകളും ലഭിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് ആ കളിയിൽ എന്താണോ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്തപ്പോൾ പാകിസ്ഥാന് മറുപടി ഉണ്ടായിരുന്നില്ല. അവരിതാ പൊട്ടിത്തകർന്ന് പുറത്താവുമോ ഇല്ലയോ എന്നുള്ള ഒരവസ്ഥയിൽ ഒരു ബ്രിങ്കിലേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഈ കളിയെക്കുറിച്ചുള്ള കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എഴുതാം.